ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഹെൻഡനിലാണ്. ഹെൻഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ലണ്ടനിൻ്റെ ഭാഗമായിട്ടുള്ള വലിയൊരു ബോറോണ്ട് ബാർനെറ്റിലാണ് ഹെൻഡൻ ഉള്ളത്. അപ്പോൾ ഹെൻഡനിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇന്ന് ഹെൻഡൻ എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ ആണ്. നമ്മൾ സൈക്കിളിൽ ഹെൻഡൻ എക്സ്പ്ലോർ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് സ്റ്റേഷനുകളുണ്ട്. ഒന്ന് സെൻട്രൽ സ്റ്റേഷൻ എന്ന് പറയപ്പെടുന്നത്. സെൻട്രൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെട്രോ സ്റ്റേഷൻ പോലെ, നമ്മുടെ നാട്ടിലെ മെട്രോ സ്റ്റേഷൻ പോലെ. പിന്നെ ഉള്ളത് ഹെൻഡൻ സ്റ്റേഷൻ, അത് നാഷണൽ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഈ രണ്ട് സ്റ്റേഷനും അതുപോലെ തന്നെ ഇവിടെ ഒരു പാർക്ക് ഉണ്ട്, ഹെൻഡൻ പാർക്ക് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ മുമ്പ് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള സണ്ണിങ് ഫീൽഡ് പാർക്ക് പോലെ തന്നെ കുറച്ചുകൂടി വലിയൊരു പാർക്കാണ് ഹെൻഡൻ പാർക്ക്. അപ്പോൾ നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ടൈമാണ് അവിടേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ ഹെൻഡൻ പാർക്കും അതുപോലെ ഇന്ന് നല്ലൊരു വെതറാണ്. അപ്പോൾ ഈ വെതറിൽ ഇപ്പോൾ ഇവിടെ സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഹെൻഡൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ യു കെയിലൊരു കാലാവസ്ഥ എന്നൊക്കെ കാണിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോയാലോ. നമ്മളപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് ആദ്യം നമ്മുടെ വാച്ചിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. യെസ്, നമുക്ക് നോക്കാം എത്ര ടൈം നമ്മൾ സൈക്കിൾ ചെയ്യുന്നുണ്ടെന്നുണ്ടും എത്ര കാലോറി ബേൺ ആയെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാവമെൻറ്റി കൂടെ കേട്ടോ. ഇത് ശരിക്കും ആളുകൾക്ക് നടക്കാനുള്ളതാണ്. നിയമപ്രകാരം സൈക്കിള് ഇതിലെ കയറ്റാൻ പാടില്ല എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ പോകേണ്ടതാ ഈ റോഡിൽ കൂടെ തന്നെയാണ്. അപ്പോൾ ഇതൊരു ഹൈവേ ആണ്, 6 ലൈനാണ്, 1 സൈഡ് 3 ലൈൻ. ബസ് പോകണ കണ്ടില്ലേ, 50 മൈൽ ആണ് ഇവിടുത്തെ സ്പീഡ്. 50 മൈൽ എന്ന് പറയുമ്പോൾ 70 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന റോഡാണ്. അപ്പോൾ ശരിക്കും സൈക്കിളുകാർ പോകേണ്ടത് ഈ റോഡിൽ കൂടെ തന്നെയാണ്. നമുക്ക് ഈ 3rd ലൈനിൽ കൂടെ നമുക്ക് പോവാം. സൈക്കിൾ പോകുന്നുണ്ടെങ്കിൽ ബാക്കിൽ വരുന്ന കാറ് അവർ 2nd ലൈനിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് പോയിക്കൊള്ളാം. അതാണ് ഇവിടുത്തെ റൂള്. മോട്ടോർ വേയിൽ മാത്രമാണ് നമുക്ക് സൈക്കിൾ അലൗഡ് അല്ലാത്തതെന്നാണ് എൻ്റെ അറിവ്. ആർക്കെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എൻ്റെ അറിവ് വെച്ച് മോട്ടോർ വേയിൽ സൈക്കിൾ കയറ്റാൻ പാടില്ല. പക്ഷേ ഈ ഹൈവേകളിൽ നമുക്ക് സൈക്കിൾ ചെയ്യാം. ഇവിടെ നിന്ന് നമ്മൾ ഹൈവേ കൂടെ തന്നെ സൈക്കിൾ ചെയ്യാൻ പോണേ. നമുക്ക് നോക്കാം. തേർഡ് ലൈനിലോട്ട് ജോയിൻ ചെയ്തു കണ്ടോ. നമ്മൾ സൈക്കിളിനാണെങ്കിലും സിഗ്നൽസ് എല്ലാം ഫോളോ ചെയ്യണോട്ടോ കറക്റ്റായിട്ട്. റൂൾസ് തന്നെയാണ്. റെഡ് സിഗ്നലാണ്, നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ ഹെൻഡൻ വാർ മെമ്മോറിയൽ എത്തി. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇവാൻ്റെ ഇഷാൻ്റെയൊക്കെ സ്കൂളാണ്. ഇതായി കാണുന്നില്ല, റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇവാൻ്റെ ഇഷാൻ്റെയൊക്കെ സ്കൂളിൻ്റെ ഗേറ്റ്. ഇത് നെയിൽ ക്യാമ്പസാണ്. അതായത് പ്രൈമറി നഴ്സറി എല്ലാം ഇവിടെയാണ്. നഴ്സറി മുതൽ റിസപ്ഷൻ, ദെൻ ഇയർ 1 to ഇയർ 4 വരെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവാൻ കഴിഞ്ഞ വർഷം വരെ ഇവിടെയായിരുന്നു. ഇപ്പോൾ ഇഷാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവാൻ്റെ ക്യാമ്പസ് ബെനറ്റ് ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു മൈൽ, ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്തായിട്ടാണ് ഇവാൻ്റെ സ്കൂളുള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ ഇഷാനെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് ഞാനും ഇഷാനും കൂടി ഒരുമിച്ച് നടന്നു വരും. ഞങ്ങൾ ഇപ്പോൾ വന്ന റോട്ടിൽ കൂടെ അതിൻ്റെ സൈഡിൽ കൂടെ. അപ്പോൾ ഞങ്ങൾ ഇഷാനെ ആദ്യം കൊണ്ടുവന്നാക്കും. അത് കഴിഞ്ഞിട്ട് ഇവാനെ ആക്കാൻ വേണ്ടിയിട്ട് ഇവാനും കൂടി വെച്ച് നടക്കും. അപ്പോൾ ഇവിടെ 8:30 ഇഷാനെ ആക്കണം. രാവിലെ 8:45 ഇവാൻ്റെ ഓപ്പൺ ആവണേ. ഈ സൈഡിലൊക്കെ ഇപ്പോൾ കാറൊന്നും പാർക്ക് ചെയ്തിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ വർഷം കാറിൽ വരുമ്പോൾ ഇവിടെയാണ് കാർ പാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഏരിയയിൽ കാർ പാർക്ക് ചെയ്യും. വൈകിട്ടൊരു 2:30 മുതൽ ഇവിടെയൊക്കെ കാർ പാർക്കിംഗ് ഫുള്ളാവും. പക്ഷേ ആ സമയത്ത് ഇവിടെ കാർ പാർക്ക് ചെയ്താലും കൗൺസിലിൽ നിന്ന് ആൾ വന്നാൽ ഫൈൻ അടയ്ക്കണം. കാരണം ഇവിടെ 5 മണിക്ക് ശേഷം മാത്രമേ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അതിന് മുമ്പ് പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈൻ കിട്ടും. സ്കൂൾ ടൈം ആയതുകൊണ്ട് മിക്കവാറും കൗൺസിലിൽ നിന്ന് ആരും അങ്ങനെ വരാറില്ല. കാരണം എല്ലാവർക്കും അറിയാം എന്നുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. നമുക്ക് ഇതുവരെ ഫൈൻ കിട്ടിയിട്ടില്ല. പക്ഷേ ഈ വർഷം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നടന്നു തന്നെയാണ് വന്നത്. മൊത്തം നടന്നു തന്നെയാണ് വന്നത്. മറ്റു ദിവസം പോലും നമ്മൾ കാർ എടുത്തില്ല. വെറുതെ എന്തിനാണ് ഫൈൻ അടയ്ക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. ഫൈൻ എന്ന് പറഞ്ഞാൽ ചില്ലറ ഫൈനല്ല വരുന്ന ഫൈൻ 90 പൗണ്ട് 100 പൗണ്ടൊക്കെ ആയിരിക്കും. അത് നമ്മൾ 15 ദിവസത്തിനോട് അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് 45 പൗണ്ട്, അത് 50% ഓഫർ ഉണ്ടാവും. എന്തായാലും 45 പൗണ്ട് അടയ്ക്കണം. 45 പൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 5000 രൂപയിലും മുകളിലായി. ഇത് ചെറി ബ്ലോസം ആട്ടോ. ഇപ്പോൾ സ്പ്രിംഗ് സീസൺ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ സൈനാണ്. ഇവിടെ ചെറി ഇതുപോലെ ഇപ്പോൾ എല്ലാം അവിടെ നിന്ന് വിരിഞ്ഞ് നല്ല രസമായിട്ട് നിൽക്കുന്നത്. നല്ല പിങ്ക് കളറിൽ പൂണ്ടായിരിക്കണേ. ഇത് വേറൊരു വെറൈറ്റി ആയിട്ട് ചെറിയുടെ.
നല്ല രസമില്ലേ? നമ്മൾ നേരത്തെ വന്ന റോഡാണ് കാണുന്നത്. അതിൻ്റെ മുമ്പിൽ കാണുന്നതുണ്ടോ, അതാണ് വാർ മെമ്മോറിയൽ. അപ്പോൾ വേൾഡ് വാറിൻ്റെ ഒരു മെമ്മോറിയലായിട്ട് വെച്ചേക്കുന്ന ഒരു സംഭവമാണ് വാർ മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ട്. ഈ സ്റ്റോപ്പിൻ്റെ പേരും വാർ മെമ്മോറിയൽ തന്നെയാണ്. നമുക്ക് ഇനി ഇവിടുന്ന് ലെഫ്റ്റ് പോവാം. ലെഫ്റ്റ് പോകുമ്പോഴാണ് ഹെൻഡൻ സ്റ്റേഷനിലോട്ട് പോകാൻ പറ്റുക. നല്ല അടിപൊളി വെതർ. കുറേ ദിവസമായി ഇങ്ങനൊരു വെതർ കിട്ടിയിട്ട്, നല്ല വെയിൽ കിട്ടിയിട്ട്. മൊത്തം മഴയും മഞ്ഞും തണുപ്പൊക്കെ ആയിരുന്നു, കാറ്റും. ഇന്നും ചെറിയ കാറ്റൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് നല്ല വെതറാണ്. ജാക്കറ്റ് ഇല്ലാണ്ടും പുറത്തിറങ്ങാൻ പറ്റിയൊരു വെതറാണ് എന്തായാലും. കുറേ പേരും ജാക്കറ്റ് ഇല്ലാണ്ട് നടക്കുന്നുണ്ട്, കുറേ പേർക്ക് ജാക്കറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഹെൻഡൻ സെൻറ്റർ. ഇവിടെ രണ്ട് സൈഡിലും കടകളൊക്കെ കാണാം. ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഇന്ത്യൻ ഷോപ്സൊക്കെ ഉണ്ട് ഇവിടെ. ഒരു അഫ്ഗാൻ ഷോപ്പുണ്ട്, പോൺലാൻഡ് എന്ന് പറഞ്ഞാൽ. അവിടെ നമുക്ക് പാത്രങ്ങളൊക്കെ ഭയങ്കര വിലക്കുറവിന് കിട്ടും. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ്, ഞാൻ ഈ ലെഫ്റ്റിലോട്ട് കയറി കാണിച്ചു തരാം. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഹെൻഡൻ സ്റ്റേഷൻ. ഇവിടെ സൈക്കിളൊക്കെ പാർക്ക് ചെയ്യാം. ഉണ്ടോ? ഇതാണ് ഹെൻഡൻ സ്റ്റേഷൻ്റെ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻ്റെ, അത് ട്യൂബ് സ്റ്റേഷൻ്റെ എൻട്രൻസ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രെൻഡ് ക്രോസിലോട്ടാണ് പോകുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകാം. ഈ ലെഫ്റ്റിൽ കാണുന്ന മതിൽ കണ്ടോ, ഇത് സ്റ്റേഷൻ്റെ ഭാഗമാണ് കേട്ടോ. ഇതിൻ്റെ താഴേക്കൂടെയാണ് ട്രെയിൻ പോണേ. നമുക്ക് കാണാൻ പറ്റില്ല, നല്ല ഹൈറ്റ് ഉണ്ട്. ഇവിടെ നിന്ന് നേരെ ഒരു 100 മീറ്റർ കൂടി കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹെൻഡൻ പാർക്ക് എത്തും. അതിക്ക് മുമ്പ് ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ, ഈ റോഡില്ലേ, ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വന്നില്ലേ സ്കൂളിൻ്റെ ഭാഗം, ആ ഭാഗത്തേക്ക് ചെന്ന് ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഒരു 200-300 മീറ്റർ. ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ കാറൊക്കെ പാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്, അവിടെ വരെ പോകാൻ പറ്റും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ. ഇതെല്ലാം കണക്റ്റഡാണ്. ഇവിടെ എല്ലാ റോഡുകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്റ്റഡാണ്. എന്തായാലും നമ്മൾ അവിടെ വരെ നേരത്തെ വന്നല്ലോ, നമുക്ക് തിരിച്ച് പാർക്കിലോട്ട് പോകും. ഹെൻഡൻ പാർക്ക് ഞാൻ ഇതുവരെ വരാത്ത ഒരു പാർക്കാണ്. ഇതിൻ്റെ സൈഡിലൂടെ റോഡിൽ കൂടെ ബസ്സിലും കാറിലൊക്കെ ഒത്തിരി തവണ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെയും ഹെൻഡൻ പാർക്കിൻ്റെ അകത്ത് കയറിയിട്ടില്ല. തൊട്ടടുത്ത് കിടക്കുന്നതാണ്, നമുക്ക് 2 കിലോമീറ്ററേ ഉള്ളൂ വീട്ടിൽ നിന്ന്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഹെൻഡൻ പാർക്കിൻ്റെ ഭാഗമാണത്. ഹെൻഡൻ പാർക്ക് കഫേ, മെയിൻ എൻട്രൻസിൽ കൂടെ കയറാം. അവിടെ കാർ പാർക്കിംഗ് ഉണ്ട്. ഇവിടെ ഇതാണ് ഗേറ്റ്. നമുക്ക് ഈ ഗേറ്റിൽ കൂടെ കയറാം. ബസ് വരുന്നുണ്ട്, SL10. അടിപൊളിയാണല്ലോ. നേരെ പോയോട്ടല്ലേ. കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലും കഫേ, ദെൻ ഇവിടെ ടെന്നീസ് ബോൾ കോർട്ട് ഉണ്ട്, അടിപൊളി ടെന്നീസ് ബോൾ കോർട്ട്. അതുപോലെ ഇവിടെ ഒരു ചെറിയ എന്താ പറയുക, ഒരു എന്താണ് ഒന്നും എഴുതി വെച്ചിട്ടില്ല, ഒരു ചെറിയ പാർക്ക് സെറ്റപ്പ്. അതിന് നടുക്കൊരു ചെറിയ കുളമുണ്ട് അവിടെ. കുറേ പ്രാവൊക്കെ ഉണ്ട്. അടിപൊളി ടെന്നീസ് കോർട്ട് കണ്ടോ. ടെന്നീസ് കോർട്ട് 1 2 3 4 4 കോർട്ടുണ്ട്. ഈ ടെന്നീസ് കോർട്ടിൽ നമുക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടു പ്ലേ ടെന്നീസ് ഹിയർ സ്കാൻ ഓക്കെ, അല്ലെങ്കിൽ ഈ സൈറ്റിൽ നമുക്ക് കയറിയിട്ട് ബുക്ക് ചെയ്യണം, ടൈം ബുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെറിയ ഫീസ് ഉണ്ടാവുമായിരിക്കും, കൗൺസിലിൻ്റെ സൈറ്റായിരിക്കും. അപ്പോൾ അതിൽ കയറി ബുക്ക് ചെയ്തിട്ട് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അൺലോക്ക് ചെയ്യാനായിട്ട് നമ്പർ കിട്ടും. അപ്പോൾ ആ നമ്പർ യൂസ് ചെയ്ത് നമുക്ക് തുറന്ന് ഇതിൻ്റെ അകത്ത് കയറി അപ്ലൈ ചെയ്യാം. ഇവിടുത്തെ പാർക്കുകളിൽ ടെന്നീസ് കോർട്ടിന് മാത്രമേ ഇങ്ങനെ ലോക്ക് കണ്ടിട്ടുള്ളൂ. അവിടെ ഉണ്ടോ 2 കൂടി? അപ്പോൾ 6 ഉണ്ടല്ലേ. 1 2 3 4 5 6 കോർട്ടുണ്ട് ടെന്നീസ്. സ്കൂൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊന്നുമില്ല. പിന്നെ തണുപ്പായതുകൊണ്ടും കുട്ടികൾ പൊതുവേ ഈ സമയത്ത് കുറവായിരിക്കും. ഇനിയിപ്പോൾ വെയിലായി തുടങ്ങി, ക്ലൈമറ്റ് ചേഞ്ച് ആയി തുടങ്ങാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത മാസമൊക്കെ മുതൽ പാർക്കൊക്കെ ഭയങ്കരമായിട്ട് ബിസി ആയി തുടങ്ങും. അതിൻ്റെ മുകളിൽ കണ്ടോ ടെന്നീസ്, ഗാർഡൻ, ബാസ്കറ്റ് ബോൾ, കഫ്റ്റേരിയ, ടിക്കറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഗാർഡൻ്റെ പേര് ക്വയറ്റ് ഗാർഡൻ എന്നാണ് കേട്ടോ. ക്വയറ്റ് ഗാർഡൻ, ബാസ്കറ്റ് ബോൾ കോർട്ട്, കഫേ ഒക്കെ ആ സൈഡിലോട്ട്, ടെന്നീസ് കോർട്ട് ഇവിടെ, പ്ലേ ഏരിയ അവിടെ, പ്ലേ ഏരിയ. അതിൻ്റെ ഫ്രണ്ടിൽ നമുക്കിനി ഒരു ചെറിയ ജിമ്മുണ്ട്. ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ല, എങ്കിലും അത്യാവശ്യം ആളുകൾക്ക് വന്ന് എക്സസൈസ് ചെയ്യാനുള്ള എല്ലാം തന്നെ ഉണ്ട്. എല്ലാം വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ആളുകളൊക്കെ എക്സസൈസ് ചെയ്യാനുണ്ട്. വലിയ ഗ്രൗണ്ടാണല്ലോ. അടിപൊളി പാർക്കുണ്ടല്ലോ. നമ്മളിവിടെ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. നമുക്ക് പിള്ളേരെ കൊണ്ട് ഒരു ദിവസം ഇവിടെ വരണം. കാരണം അവർ സണ്ണിങ് ഫീൽഡ് പാർക്കിൽ മാത്രമേ അവിടെ അടുത്തെപ്പോഴും പോകാറുള്ളൂ. ഇവിടെ കുറച്ചും കൂടി അവന്മാർക്ക് പറ്റിയ സെറ്റപ്പൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ പിടച്ച് കയറിക്കോളും. കണ്ടില്ലേ, അവിടെ കുറച്ച് കുട്ടികൾ സ്കൂളിൽ പോകാത്ത ചെറിയ പീക്കിരികളെയും കൊണ്ട് പാരൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ക്ലൈമറ്റ് നല്ലതായതുകൊണ്ട് ഒക്കെ ഇത്തിരി നല്ല നേരം പോക്കായിരിക്കും. അടിപൊളി. ആ ഒരു ബോട്ട്, ഒരു ഷിപ്പിൻ്റെ മാതൃകയിലൊക്കെ ഉണ്ടാക്കി വെച്ചാണ്. ബാക്കി സ്വിങ്ങും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് കുറച്ചും കൂടി സണ്ണിങ് ഫീൽഡ് പാർക്കിനേക്കാളും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. സിപ്പ് ലൈൻ ഇല്ല, അവിടെ സിപ്പ് ലൈൻ ഉണ്ട്, ഇവിടെ സിപ്പ് ലൈൻ ഇല്ല. നമുക്ക് എന്തായാലും ഒന്ന് റൗണ്ട് ചെയ്ത് നോക്കാം.
നമുക്ക് അപ്പുറത്ത് വേറൊരു വഴിയുണ്ട്, അതിലൊന്ന് കറങ്ങാം. ഇത് ഫുള്ള് കറങ്ങി. യെസ്, ഇത് ട്രെയിൻ പോകുന്നതിൻ്റെ സൈഡിലൂടെ. ഈ ട്രെയിൻ മിസ്സായി, ജസ്റ്റ് മിസ്സായി. നമുക്ക് നോക്കാം, അവിടെ നിന്ന് വെയിറ്റ് ചെയ്യാം, അടുത്ത ട്രെയിൻ വരണവരെ നോക്കാം. 5 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പിൽ ട്രെയിൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഞാൻ ഒരു ഡോഗിനെ കാണിച്ചു തരാം. ചൗച്ചോനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇവിടെ നാട്ടിൽ വളരെ റയറാണ് ചൗച്ചോ. സിംഹം എന്ന പോലെയല്ലേ പറഞ്ഞത്. ഇതാണ് ട്രെയിൻ ട്രാക്ക്. ഇത് ട്യൂബ് ലൈനാണ്, പക്ഷേ ഇവിടെ വരുമ്പോൾ ഓവർഗ്രൗണ്ട് ആവും. സാധാരണ അണ്ടർഗ്രൗണ്ട് ആണ്. ഇവിടെ നിന്ന് വിട്ട് 2 സ്റ്റോപ്പ് കൂടെ ഉണ്ട്. ഫ്രണ്ട് ക്രോസും ഓവർഗ്രൗണ്ട് ആണ്. അത് കഴിഞ്ഞിട്ട് ഗോൾഡേജ് ഗ്രീൻ കഴിഞ്ഞാൽ പിന്നെ ഇത് അണ്ടർഗ്രൗണ്ടായി. പിന്നെ ഭൂമിക്ക് അടിയിൽ കൂടെയാണ്. ലണ്ടൻ ഫുള്ള് ഉള്ളിൽ കൂടെ, ലണ്ടൻ്റെ സെൻട്രൽ ലണ്ടനിലോട്ട് പോകുമ്പോൾ ഫുള്ള് ഉള്ളിലേക്കാണ് ട്രെയിൻ. അടുത്ത ട്രെയിൻ വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് ഇവിടുത്തെ ട്യൂബ് ട്രെയിൻ. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? നല്ല നമ്മുടെ മെട്രോ ട്രെയിൻ പോലെ തന്നെ, പക്ഷേ അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോകുന്നു മാത്രം. ഇതിപ്പോൾ ഇവിടെ ഓവർഗ്രൗണ്ടാണ്. കുറച്ചുകൂടി ചെന്ന് കഴിഞ്ഞാൽ 2 സ്റ്റോപ്പ് കൂടി കഴിഞ്ഞാൽ പിന്നെ അണ്ടർഗ്രൗണ്ടായി, കംപ്ലീറ്റ് അണ്ടർഗ്രൗണ്ടിൽ കൂടെ. അതായത് 20, 30, 40 അടിയൊക്കെ താഴെ കൂടെയാണ് ട്രെയിൻ പോകുന്നത്. സ്റ്റേഷനും അതുപോലെ തന്നെ താഴ്ത്തായിരിക്കും. നല്ല ഫീലാണല്ലോ. ഇത് മരങ്ങളിലൊക്കെ കംപ്ലീറ്റ് അല്ല വന്ന് നല്ല രസമായിരിക്കും. കുറേ കാക്കക്കൂടൊക്കെ ഉണ്ട് എൻ്റെ മുകളിൽ. ഇത് അവിടേക്കുള്ള എക്സിറ്റാന്ന് തോന്നുന്നു. ഓക്കെ, ഇത് അങ്ങോട്ടുള്ള എക്സിറ്റാണ്. നമുക്ക് തിരിച്ചു പോകാം. ഇതേ വീണ്ടും ട്രെയിൻ. കണ്ട കുറച്ചുകൂടി ഹൈറ്റിലായി. ഈ മരങ്ങളിലൊക്കെ ചെറുതായിട്ട് ഇലയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 1 മാസം കൂടി കഴിയുമ്പോഴേക്കും കംപ്ലീറ്റ് ഇലയാവും. പിന്നെ കാണാൻ ഭയങ്കര രസമായിരിക്കും. മൊത്തം പച്ചപ്പും, എന്താ പറയുക, വേറൊരു ഫ്രെയിമായിരിക്കും ഇതെല്ലാം. നമുക്ക് നന്നായിട്ട് പച്ചപ്പൊക്കെ വന്നു കഴിയുമ്പോൾ സമ്മർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും വീണ്ടും ഇവിടെ തന്നെ വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് കാണിച്ചു തരാം. നമ്മൾ മുമ്പ് 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ സമ്മറിലും അതുപോലെ തന്നെ വിൻ്ററിലും സണ്ണിങ് ഫീൽഡ് പാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പാർക്കിൻ്റെ വീഡിയോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് നോക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാവും ഇവിടുത്തെ സമ്മറും വിൻ്ററും തമ്മിലുള്ള ഡിഫറൻസ്. മരങ്ങളുടെയും ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിൻ്റെയും കളറും എല്ലാം വ്യത്യാസമാണ്. ആ ഫ്രണ്ടിലൊക്കെ കാണുന്ന മരത്തിലൊക്കെ ചെറിയതായിട്ട് ഇലയൊക്കെ വന്നു തുടങ്ങി. ഈ UK എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇതുപോലത്തെ പാർക്കുകൾ. ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസിലൂടെ പാർക്കുകളുണ്ട്, ഏകദേശം 3 കിലോമീറ്റർ. അപ്പോൾ സണ്ണിങ് ഫീൽഡ് പാർക്കും പിന്നെ ഈ ഹെൻഡൻ പാർക്കും തമ്മിൽ 3 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. ഇതിൻ്റെ അപ്പുറത്ത് കോളിൻഡേയിൽ ഒരു പാർക്കുണ്ട്. അങ്ങനെ എല്ലായിടത്തും തന്നെ പാർക്കുകളുണ്ട്. ഈ പാർക്കുകളിനൊക്കെ എല്ലാ സ്ഥലത്തേക്കും എൻട്രൻസും ഉണ്ട്. കണ്ടത് ഈ സൈഡിൽ നിന്നുള്ളവർക്കാണെങ്കിൽ ഈ വഴിക്ക് കയറി വരാം. അതുപോലെ നേരെ അവിടെ ആ സൈഡിലുള്ള ആളുകൾക്ക് അവിടെ നിന്ന് വരാം. അങ്ങനെ എല്ലായിടത്തും ഗേറ്റും ഉണ്ടാവും. ഗ്രൗണ്ടൊക്കെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. പക്ഷേ സമ്മർ ആയിക്കോട്ടെ, കംപ്ലീറ്റ് ആളുകളായിരിക്കും. അടിപൊളി. അങ്ങോട്ട് നോക്കിയത് ഈ മരത്തിലൊക്കെ ചെറിയ എന്തൊക്കെയോ കായകളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. നല്ല രസം ഉണ്ടായി കിടക്കണം കാണാൻ. അടിപൊളി. കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ നിന്നുള്ള കാഴ്ച കണ്ടോ? നല്ല രസമല്ലേ. ഈ സൈഡിലുള്ള വീട്ടുകാർക്ക് എന്ത് സുഖമല്ലേ. നേരെ വന്ന് പാർക്കിൽ റിലാക്സ് ചെയ്തിരിക്കാം. ആവശ്യമുള്ളപ്പോൾ പിള്ളേരൊക്കെ ഉള്ളവർക്ക് ഭയങ്കര സുഖമാണ്. സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നാൽ നേരെ ഇങ്ങ് വിട്ടാൽ മതി, കളിച്ച് കഴിഞ്ഞ് കയറിക്കോളും. അങ്ങനെ നമ്മളൊരു റൗണ്ട് വെച്ചു, തിരിച്ച് നമ്മൾ കയറി എൻട്രൻസിൽ തന്നെ എത്തി. അപ്പോൾ ഇതാണ് ക്വയറ്റ് ഗാർഡൻ. ഇവിടെ വളരെ സൈലൻ്റ് ആയിട്ട് ഇരിക്കാം എന്നുള്ളവർക്കൊക്കെ വേണ്ടി ഒന്നിരിക്കാനായിരിക്കും, കുട്ടികളൊന്നും ഇല്ലാതെ. കുട്ടികൾ കാരണം കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്കിൽ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരിക്കും എപ്പോഴും. അപ്പോൾ കുറച്ച് സമാധാനം ആഗ്രഹിക്കുന്നവർക്ക്, ആരാണ് സമാധാനം ആഗ്രഹിക്കാത്തതല്ലേ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. റൈറ്റ് സൈഡിൽ കൂടെ ഒരാൾ പോകുന്നുണ്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട്. പുള്ളിയാണ് ഈ ഫൈൻ അടയ്ക്കാൻ നടക്കുന്നത്. മൂപ്പര് ഇങ്ങനെ നടക്കും, കാറൊക്കെ എവിടെയും പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൗൺസിൽ ചെയ്യാൻ അവർ ഫൈൻ അടിച്ചു തരും. ഇവിടെ പാർക്കിംഗ് വളരെ ചെറിയ പാർക്കിംഗ് ആണ്. ഇതൊരു ബസ് സ്റ്റോപ്പാണ്. ഈ ബസ് സ്റ്റോപ്പിൻ്റെ മുകളിലുണ്ട് നമ്പർ. ഇവിടെ ബസ് സ്റ്റോപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ ഇത് ഹെൻഡൻ സെൻട്രൽ സ്റ്റേഷൻ. ഹെൻഡൻ സെൻട്രൽ സ്റ്റേഷനിൽ ബസ് സ്റ്റോപ്പ് B. ഹെൻഡൻ സെൻട്രൽ സ്റ്റേഷനിൽ തന്നെ തൊട്ടപ്പുറത്തും സ്റ്റോപ്പുണ്ട്. അപ്പോൾ അതെങ്ങനെയായിരുന്നു ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്കിപ്പോൾ ഇവിടെ ഒരു ആപ്പ് ഉണ്ട്, സിറ്റി മാപ്പർ എന്ന് പറഞ്ഞിട്ട്. ആ ആപ്പിനകത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ള സ്ഥലം കാണിക്കുമ്പോൾ ഇപ്പോൾ ഹെൻഡൻ സെൻട്രൽ സ്റ്റേഷൻ B എന്നാണ് പറയുമെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് കയറാം. അപ്പുറത്ത് Z ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ Z ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കയറണം. അപ്പോൾ നമുക്ക് ഡയറക്ഷൻ ഒന്നും മാറിപ്പോയി, നമ്മളത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ മതി. Z2 അത് Z2. ഓക്കെ, ഇതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലും സ്റ്റോപ്പുണ്ട്. അതും ഹെൻഡൻ സെൻട്രൽ സ്റ്റേഷൻ തന്നെയാണ്. അപ്പോൾ അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഓരോ ലെറ്റേഴ്സ് വെച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ അടുത്തത് കണ്ടത് A. ഇവിടെ തന്നെ 2 സ്റ്റോപ്പുണ്ട്. ഇവിടെ 83 Z. ഇത് ഹെൻഡൻ സെൻട്രൽ സ്റ്റേഷൻ സ്റ്റോപ്പ് A. അതിൽ 83 SL10 N5. തൊട്ടപ്പുറത്തും ഇതുപോലെ തന്നെ ഉണ്ട്. പക്ഷേ അവിടെ ഏത് ബസ്സാണെന്നുള്ളത് തൽക്കാലം ടെമ്പററി ക്ലോസ് ചെയ്തേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ
കണ്ടത് ഹെൻഡൻ സെൻട്രൽ സ്റ്റേഷനാണ്. ഹെൻഡൻ സെൻട്രൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്യൂബ് സർവീസാണ്, അതായത് സെൻട്രൽ ലണ്ടനിലോട്ടുള്ള സർവീസ്. ഇനി നമുക്ക് പോകേണ്ടത് ഹെൻഡൻ സ്റ്റേഷനിലോട്ടൊന്ന് പോയി നോക്കാം. ഹെൻഡൻ സ്റ്റേഷനിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നേരെ വേണം പോകാനായിട്ട്. ഈ ബസ് വണ്ടി ലെഫ്റ്റ് ടേൺ ചെയ്യാനുള്ളതാണ്, കണ്ടില്ലേ? അപ്പോൾ കുറച്ച് സൈഡ് കൊടുക്കാം, ചങ്ങാതി പോട്ടെ. ഇനി നമുക്ക് കയറി പോകാം. ഇത് ലെഫ്റ്റിൽ ഇത് ജിം ഗ്രൂപ്പിൻ്റെ പുതിയ ജിം തുടങ്ങിയേക്കുന്നതാണ്. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഇത് ഹെൻഡൻ വേ സി. ഇവിടെയൊക്കെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. സൈക്കിളുകാർക്ക് പ്രയോറിറ്റി എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ സൈക്കിളുകാരേക്കാളും പ്രയോറിറ്റി ഉള്ള ആളുകളാണ് പെഡസ്ട്രിയൻസ്. ഇപ്പോൾ നടക്കുന്ന ആളുകൾക്ക് നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കണം. അവർ പോയതിന് ശേഷം സൈക്കിളുകാർക്ക് പോകാം, അത് കഴിഞ്ഞ് വണ്ടികൾക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സൈക്കിളുകാരെ എങ്ങനെ ഓവർടേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വീതി ഉണ്ടെങ്കിൽ മാത്രം എന്നെ കവർ ചെയ്ത് കണ്ടത് ഒരു 6 അടി, അതായത് 2 മീറ്റർ നമ്മളൊരു വണ്ടിയുടെ വീതി, അത്രയും സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ വണ്ടിക്കാർ ഓവർടേക്ക് ചെയ്തുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓപ്പോസിറ്റിൽ നിന്ന് വണ്ടികൾ വരുന്നുണ്ട്, ഇപ്പോൾ ഒരു കാറ് കഷ്ടിച്ച് കയറി പോകും, എന്നാൽ പോലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. നമ്മളെ ബാക്കിൽ സൈക്കിളിൻ്റെ ബാക്കിൽ അവർ ഫോളോ ചെയ്തോളണം. ദെൻ എവിടെയാണോ ഗ്യാപ്പ് വരുന്നത് ആ ഗ്യാപ്പിൽ വെച്ച് ഓവർടേക്ക് ചെയ്യാം. അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. സൈക്കിളുകാരനോട് ചേർന്ന് പോരുന്നതാണ്. കാരണം ചേർന്ന് പോയാൽ പെട്ടെന്ന് സൈക്കിളുകാരനെ റൈറ്റിലോട്ട് എടുക്കുകയോ മറിഞ്ഞു വീഴുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് ചാൻസ് ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇവൻ കുറച്ച് ചേർന്നാൽ പോയി തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. ആ റൈറ്റിൽ നിന്ന് വരുന്നത് നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇവാൻറ്റി ഷാൻറ്റേക്ക് സ്കൂൾ എന്ന് പറഞ്ഞില്ല, ആ സിഗ്നൽ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡിലൊന്ന് കയറും. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെൻഡൻ സ്റ്റേഷൻ എത്തും. ഹെൻഡൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേ ആണ്. നമ്മുടെ നാട്ടിലെ സ്റ്റേഷനൊക്കെ ഇല്ല, അങ്കമാലി, തൃശ്ശൂർ, എറണാകുളം, നോർത്ത്, സൗത്ത് എന്നൊക്കെ പറയുന്നത് അതുപോലത്തെ ട്രെയിനുകളാണ്. അപ്പോൾ UK എല്ലാ അറ്റത്തേക്കും ഇവിടുന്ന് ട്രെയിനുകളുണ്ട്. ഇപ്പോൾ സ്കോട്ട്ലാൻഡിലേക്കാണെങ്കിലും മാഞ്ചസ്റ്റർ ആയാലും ലിവർപൂൾ ആയാലും ഏത് സൈഡിലോട്ടാണെങ്കിലും ഇവിടുന്ന് ട്രെയിൻ ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം കണ്ട് ഹെൻഡൻ സെൻട്രൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് മെട്രോ സ്റ്റേഷനാണ്. അത് ലണ്ടനിൽ മാത്രം നമ്മുടെ മെട്രോ സർവീസ്, ഇപ്പോൾ കൊച്ചിയിൽ മെട്രോ ഉള്ള പോലെ തന്നെ കണക്ട് ചെയ്യുന്ന ഒരു ഇതാണ്. ഇപ്പോൾ നമ്മൾ ഈ ബ്രിഡ്ജില്ലേ, ഇത് M1 ആണ്. ഞാനത് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് M1 മോട്ടോർവേ. ഈ M1 ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ, ഇവിടെ ഫിനിഷ് ആവാണ്. ഏകദേശം ഒരു 1/2 കിലോമീറ്റർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റോഡ് ഫിനിഷ് ആവും. അപ്പോൾ M1 തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ഇവിടെ നിന്ന് തുടങ്ങി, അതായത് ബാർനെറ്റിലെ ബ്രെൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ M1 തുടങ്ങുന്നത്. ഇവിടെ നിന്ന് തുടങ്ങി മാഞ്ചസ്റ്റർ വരെ നീണ്ടു കിടക്കുന്ന ഒരു മോട്ടോർവേ ആണ് ഈ M1 എന്ന് പറയുന്ന മോട്ടോർവേ. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് കയറി വരുന്ന വണ്ടികളാണ് റൈറ്റ് ട്രാക്കിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് കാണുന്നവർ ഇപ്പോൾ M1 നിന്ന് ഇറങ്ങി വേറെ റോഡിലോട്ട് കയറും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ പോയിട്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് റൈറ്റ് എടുത്താൽ കണ്ടോ ഹെൻഡൻ സ്റ്റേഷൻ, വെൽക്കം ടു ഹെൻഡൻ. ഞാൻ ഇതുവരെ സ്റ്റേഷനിൽ വന്നിട്ടില്ല കേട്ടോ. അതാ ഇവിടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും ഇവിടെയുണ്ട്. പ്ലാറ്റ്ഫോം 1 പോകാനുള്ളൊരു ഗ്യാപ്പാണ് അവിടെ ടിക്കറ്റ് സ്കാൻ ചെയ്യാനും ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയിട്ട് തിരിച്ചു വരാം. ട്രെയിനെല്ലാം കാണുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ മോട്ടോർവേ M1, ലെഫ്റ്റ് സൈഡിൽ നാഷണൽ ട്രെയിൻ. ഇവിടെ കാറുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് ദൂരേക്കൊക്കെ ജോലിക്ക് പോകുന്നവരുണ്ടാവും ഡെയിലി. അങ്ങനെയുള്ളവരൊക്കെ ഈ ട്രെയിനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, ഇതിലുള്ള സർവീസാണ് യൂസ് ചെയ്യുന്നത്. ഈ നാഷണൽ റെയിൽവേയുടെ ട്രെയിനുകളൊക്കെ കാണാൻ ഭയങ്കര രസമുണ്ട്. ഇവിടുത്തെ ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ ഒരു ട്രെയിൻ വരുന്നുണ്ട് തോന്നുന്നു, ഇല്ല തോന്നിയതാണ്. ട്രെയിൻ നല്ല രസമാണ് കാണാനായിട്ട്. നമ്മുടെ വന്ദേ ഭാരതിൻ്റെയൊക്കെ പോലെ ഉള്ള ഒരു ലുക്കാണ് ഇവിടുത്തെ ട്രെയിനുകൾക്കൊക്കെ. ഈ ട്യൂബ് സ്റ്റേഷനെ അപേക്ഷിച്ച് എപ്പോഴും ഇവിടെ തിരക്ക് കുറവായിരിക്കും. കാരണം വളരെ കുറച്ച് ട്രെയിനുകളായാലും ഗ്യാപ്പ് ഇട്ടിട്ട് ട്രെയിനുകൾ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ആളുകളായാലും വളരെ കുറച്ച് ആളുകളാണ് എപ്പോഴും ട്രെയിൻ യൂസ് ചെയ്യുന്നത്. അതായത് സ്റ്റേഷനിൽ കേട്ടോ. ഈ സ്റ്റേഷനിൽ ഞാൻ പറഞ്ഞ തിരക്കുള്ള സ്റ്റേഷനുകളുണ്ട്. ഇവിടുത്തെ ഹെൻഡൻ സ്റ്റേഷനിൽ തിരക്ക് കുറവായിരിക്കും ഞാൻ പറഞ്ഞത്. ഇങ്ങനെ വന്നേക്കുന്നുണ്ടോ തേംസ് ലിങ്ക്. ഇത് പരസ്യമാണോ ട്രെയിനിൻ്റെ എന്തെങ്കിലും? ആളുകളൊന്നും കാണുന്നില്ല. അയ്യോ, ചെറിയ ട്രെയിനല്ലേ, വളരെ ചെറിയ ട്രെയിനാണ്. വളരെ കുറച്ച് ബോഗിയുള്ളൂ. 1, 2, 3, 4, 4, 5 ബോഗിയേ ഉള്ളൂ. ട്രെയിൻ വന്ന് നിന്നു, ആളുകൾ കയറി പെട്ടെന്ന് തന്നെ എടുത്തു. അധിക സമയമൊന്നും കളഞ്ഞില്ല. എത്ര ബോഗിയുണ്ട്? 1, 2, 3, 4, 5, 5. വലിയ ട്രെയിനാണല്ലോ. 5, 6 എണ്ണം എഞ്ചിനും ഉൾപ്പെടെ ആണ് കേട്ടോ. ഒരു ബോഗി എഞ്ചിനും കൂടി ഉൾപ്പെടെയാണ്. 6 അല്ലല്ലോ, 7. 7 എണ്ണം. ഞാൻ ചെറുതായിരിക്കും വിചാരിച്ചത്, പക്ഷേ 7 കോച്ചസ് ഉണ്ട്. ഈ ഒരു ഡിസൈൻ മാത്രമല്ല കേട്ടോ, പല മോഡൽ ട്രെയിൻ ഉണ്ട്. ഇതിപ്പോൾ ചിലപ്പോൾ ചെറിയ സർവീസ് ആയിരിക്കും, നമ്മുടെ നാട്ടിലെ പാസഞ്ചറൊക്കെ പോലെ. അതായത് ഇവിടെ ലോങ് ഡിസ്റ്റൻസ് പോകുന്ന ട്രെയിനുകളുണ്ട്. ഇപ്പോൾ
സ്കോട്ട്ലാൻഡിലേക്കൊക്കെ പോകുന്നത്. അതൊക്കെ 6-7 മണിക്കൂർ എങ്ങാണ്ട് ട്രാവൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി നല്ല ട്രെയിൻ ആയിരിക്കും, കുറച്ചുകൂടി ലക്ഷറി ആയിരിക്കും ട്രെയിനൊക്കെ. നമുക്ക് ഇവിടുന്ന് റൈറ്റ് പോവാം. ഇത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ ഉള്ള ഒരു കയറ്റാട്ടാ. ചർച്ച് എൻഡ് എന്ന് പറഞ്ഞ സ്റ്റോപ്പുണ്ട് മുകളിൽ. നമ്മൾ ആദ്യമൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന അവിടെയായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിന് തൊട്ടടുത്തുള്ളൊരു ഹില്ലാട്ടോ, ഇത് ഗ്രേ ഹൗണ്ട് ഹിൽ എന്ന് പറയും. അപ്പോൾ ഈ ഗ്രേ ഹൗണ്ട് ഹില്ല് അത്യാവശ്യം വലിയൊരു കുന്നാണ്. നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ട് കയറ്റേണ്ടി വരും. കണ്ടില്ലേ, അത്യാവശ്യം നല്ല ഹെവിയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് റൈറ്റ് സൈഡിൽ സണ്ണിങ് ഫീൽഡ് സ്കൂൾ, നമ്മുടെ ഫ്ലാറ്റിനോട് തൊട്ടടുത്തുള്ള സ്കൂളാണ്. പക്ഷേ ഇവിടെ 6ാം ക്ലാസ് വരെ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കുട്ടികളെ നമ്മുടെ SMSJ ചേർത്തത്. അവർ പഠിക്കുന്ന സ്കൂളിൻ്റെ പേര് നമ്മൾ പറഞ്ഞില്ല അല്ലേ, SMSJ. അപ്പോൾ അവർക്ക് 3 ക്യാമ്പസ് ഉണ്ട്. അതിലൊരു ക്യാമ്പസ് നമ്മൾ ആദ്യം കാണിച്ചത്, ഇനി 2 ക്യാമ്പസും കൂടി ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഫേമസ് ആയിട്ടുള്ള മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റി. കണ്ടോ, മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റിയുടെ ഒരു എൻട്രൻസ് ആയിട്ടത്. നമ്മൾ തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വരാം. നമ്മുടെ സൈക്കിള് ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ടുണ്ട്, ഏറ്റവും ഫസ്റ്റ് ഗിയറിൽ. എന്നിട്ടാണ് കയറണേ. കണ്ടോ, അതാ നല്ല അടിപൊളി കുന്നാട്ടോ ഇത്. അയ്യോ, ഇത് ടോപ്പ് എത്തുമ്പോഴേക്കും നമ്മൾ പദം വരുമെന്നാ തോന്നേ. നോക്കാം. കയറി നമ്മൾ മുകളിലെത്തി. അയ്യ, അങ്ങനെ മുകളിലെത്തി നമ്മൾ. അയ്യോ, അടിപൊളി. സാധാരണ ഞങ്ങൾ നടന്നു വരാറുള്ള ഒരു ഹില്ലാണ് കേട്ടോ അത്. അപ്പോൾ ആ ടൈമിൽ അത്ര ഡിഫിക്കൽട്ടായിട്ട് തോന്നാറില്ല നടക്കുമ്പോൾ. സൈക്കിൾ ചെയ്തപ്പോൾ കുറച്ച് ടഫായിട്ട് പോലെ തോന്നി. ഇവിടെ നിന്ന് റൈറ്റ് പോയാൽ മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റി, നമുക്ക് ലെഫ്റ്റ് പോകാം. ഇതും ഹെൻഡൻ്റെ ഭാഗമാണ്. നമ്മുടെ ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്ന ഷോപ്പിംഗ് നമുക്ക് ഇവിടെയാണ് എളുപ്പം. തൊട്ടടുത്ത് ക്ലാഡാറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഐറിഷ് പബ്ബാണ്. കണ്ടോ, നമ്മളിവിടെ ഇടയ്ക്ക് വരാറുള്ളതാണ്. പിന്നെ റൈറ്റ് സൈഡിൽ കോപ്പ്, ഇവിടെയാണ് നമ്മൾ സ്ഥിരം സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. അത് ചെറിയ ചെറിയ ഷോപ്പിംഗ്, വലിയ ഷോപ്പിംഗ് അല്ല, ചെറിയ സാധനങ്ങൾ. ഇപ്പോൾ പെട്ടെന്നൊരു പാല് മേടിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കനോ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനെ ഓഫറിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ എടുക്കാനും അങ്ങനെയൊക്കെ ഓടിച്ചാടി വരാറുള്ള സ്ഥലം അതാണ്. പിന്നെ ഇവിടെ ഒരു നാച്ചുറൽ മാർക്കറ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് അരിയൊക്കെ കിട്ടും. നമ്മുടെ മട്ട, പാലക്കാട് മട്ടയും അതുപോലെ തഞ്ചാവൂർ പൊന്നി, അങ്ങനെയുള്ള അരികൾ, പച്ചക്കറികൾ, അത്യാവശ്യം സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. ഇത് സണ്ണിങ് ഫീൽഡ് റോഡ് എന്ന് പറയും കേട്ടോ. ഹെൻഡൻ റോഡും ഉണ്ട്, സണ്ണിങ് ഫീൽഡ് റോഡും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തിരിഞ്ഞില്ലേ, അതാണ് ചർച്ച് എൻഡ് എന്ന് പറയുന്ന ജംഗ്ഷൻ. ഹെൻഡനിൽ ചർച്ച് എൻഡ്. അപ്പോൾ ചർച്ച് എൻഡിൽ നിന്ന്, ഇപ്പോൾ ചർച്ച് എൻഡിലാണ് നമ്മൾ ഷോപ്പുകളൊക്കെ ഉണ്ടത്. അത്യാവശ്യം നമുക്ക് അടുത്തുള്ള കടകളൊക്കെ അവിടെയാണുള്ളത് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. ഇപ്പോൾ അവിടെ നമ്മളിങ്ങ് തിരിഞ്ഞത് ഇത് സണ്ണിങ് ഫീൽഡ് റോഡ് എന്ന് പറയും. ഈ സണ്ണിങ് ഫീൽഡ് റോഡിലാണ് ഇവാൻ പഠിക്കുന്ന സ്കൂൾ, SMSJയുടെ ബെനറ്റ് ക്യാമ്പസ് ഉള്ളത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ ആ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ആദ്യം ഇവിടെ UK വന്ന സമയത്ത് 1 വർഷം ഞങ്ങൾ താമസിച്ചത് ഈ സണ്ണിങ് ഫീൽഡ് റോഡിലുള്ള ഒരു ഫ്ലാറ്റിലായിരുന്നു. ആ ഫ്ലാറ്റും കാണിച്ചു തരാം. ഇങ്ങനെ വരുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കേട്ടോ, അതാണ് ഇവാൻ്റെ സ്കൂൾ. ചങ്ങായി അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇതാണ് ഇവാൻ്റെ സ്കൂൾ, SMSJ ബെനറ്റ് ക്യാമ്പസ്. ഇവർക്ക് ഒരു ക്യാമ്പസ് കൂടിയുണ്ട്. ഇവിടെ ഇയർ 5 മുതൽ ഇയർ 8 വരെയാണ്. ഇയർ 9, 10, 11, 12, 13 അത് തൊട്ടപ്പുറത്ത് വേറൊരു ക്യാമ്പസ് ഉണ്ട്. അവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ ചങ്ങായി അതിൻ്റെ അകത്ത് ഉണ്ടാവും. കുറേ പിള്ളേരുണ്ട്, കാണുന്നില്ല, ആളെ മനസ്സിലാവില്ല പെട്ടെന്ന്. എന്തായാലും നമ്മൾ എന്തായാലും അവിടെ സമയം കളയണില്ല, കുട്ടികളായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനും പറ്റില്ല. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാം. ഇത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ടോ, സെൻറ്റ് ജോർജ് മെഡിക്കൽ സെൻറ്റർ. കണ്ടോ, ഇതാണ് സെൻറ്റ് ജോർജ് മെഡിക്കൽ സെൻറ്റർ. ഇവിടെയാണ് നമ്മുടെ GP. ഞങ്ങൾ വന്ന കാലം മുതൽ ഇവിടെയാണ്. കാരണം നമ്മുടെ ഫ്ലാറ്റ് തൊട്ടടുത്തുള്ള ഈ GPയുടെ തൊട്ടടുത്ത് ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ബുഷൊക്കെ ഉള്ള ചെടിയൊക്കെ ഉള്ള കണ്ടോ, ഈ ഫ്ലാറ്റിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഫ്ലാറ്റ് ഒരു ബ്ലാക്ക് കാർ പാർക്ക് ചെയ്യണം. ഇതിൻ്റെ മുകളിലായിരുന്നു നമ്മൾ ഇവിടെ വന്ന കാലത്ത് താമസിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ GP, സെൻറ്റ് ജോർജ് GP. ഈ GPയിലാണ് ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും തിക്കോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കോൺടാക്ട് ചെയ്യേണ്ടത് അവരെയാണ്. പിന്നെ എന്തെങ്കിലും ഫർദർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രം സ്കാനിങ്ങോ അല്ലെങ്കിൽ വേറെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്നാണ് അവർ റെഫർ ചെയ്യുക. ഇവിടെ GPയിൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം. ചിലപ്പോൾ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ന് അപ്പോയിൻമെൻറ്റ് എടുത്താൽ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ അപ്പോയിൻമെൻറ്റ് കിട്ടുള്ളൂ. അത് വേറെ കാര്യം. ഇത് അടുത്ത സ്ട്രീറ്റിലേക്കാണ് നമ്മൾ കയറിയുന്നുണ്ട്. സണ്ണി ഗാർഡൻസ് റോഡ് എന്നാണെന്ന് എൻ്റെ അറിവ്. ഈ റോഡിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആക്ച്വലി. നമ്മൾ ആദ്യം വന്നത് സണ്ണി ഫീൽഡ്സ് റോഡാണ്. ഇത് സണ്ണി ഗാർഡൻ റോഡാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഒരു സെറ്റി കിടക്കണുണ്ടോ നിങ്ങൾ? ഈ സെറ്റി ഫ്രീ ആട്ടോ, നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ. ആളുകൾ വേണ്ടാത്തത് പുറത്തിറക്കി വെച്ചത് അത് ഫ്രീ ആണ്. വണ്ടി ഉണ്ടെങ്കിൽ എടുത്തിട്ട് പോയി നമുക്ക് ഉപയോഗിക്കാം. നല്ലതാണെങ്കിൽ നല്ല സാധനങ്ങൾക്ക് ഇതുപോലെ കിട്ടില്ല. ഈ വഴി കൂടെ അങ്ങോട്ട് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ക്യാമ്പസ് കാണാം. അതാണ് അടുത്ത ക്യാമ്പസ്, ഈ SMSJയുടെ. അപ്പോൾ ഇവാനൊക്കെ 9th മുതൽ ആ ക്യാമ്പസിലായിരിക്കുന്നത്. അവിടെ ലെഫ്റ്റ് സൈഡിലാണ് ക്യാമ്പസ്. ഉള്ളിലോട്ട് കയറിയിട്ടാൽ കാണാൻ പറ്റില്ല. ഇവിടെ 3 ക്യാമ്പസാണ് അവർക്കുള്ളത്.
ഈ മൂന്നാമത്തെ ക്യാമ്പസും അത്യാവശ്യം വലിയ ക്യാമ്പസാട്ടോ. അവിടെ പ്ലേ ഗ്രൗണ്ടും ബാക്കി എല്ലാം ഉള്ളൊരു വലിയ ക്യാമ്പസാണ്. പക്ഷേ കുറച്ച് ഉള്ളിലോട്ടായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് ചർച്ചിൽ വന്ന് ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെൽ ലൈനിലോട്ടൊക്കെ പോകും. അവിടെയും ഇതുപോലെ തന്നെ കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ റൈറ്റിലോട്ട് പോകണം. റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റി കാണാം. ലണ്ടനിലെ ഫേമസ് ആയിട്ടുള്ള ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ്. പഴയ ഒരു യൂണിവേഴ്സിറ്റിയാണ് മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റി. ഒരുപാട് മലയാളി കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി കേട്ടോ. ഇതാ കാണുന്നതാണ് മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റി. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലോട്ട് കുറേ ഉണ്ട് കേട്ടോ. ക്യാമ്പസ് വലിയ ക്യാമ്പസാണ്. നമുക്ക് ക്യാമ്പസ് ഉള്ളിലോട്ട് കയറി എക്സ്പ്ലോർ ചെയ്യാം. ഉള്ളിലോട്ട് കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് സൈക്കിൾ ചെയ്ത് പോകാവുന്നൊരു പോർഷൻ ഉണ്ട്. പബ്ലിക്കിന് പോകാവുന്നൊരു ഏരിയ, ഇതിലൂടെ പോകാം. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഫയർ സ്റ്റേഷൻ ഉണ്ട് കണ്ടോ. മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റി തൊട്ടപ്പുറത്ത് ഫയർ സ്റ്റേഷൻ, അതിൻ്റെ അപ്പുറത്ത് ലൈബ്രറി. ഇതാണ് മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റി. അത്യാവശ്യം വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്. നമ്മുടെ ഒരുപാട് മലയാളി കുട്ടികളെ കൂടെ പഠിക്കുന്നുണ്ട്. നമ്മളിത് ഇന്ന് യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ കൂടെ കയറി. പിന്നെ ഇതിൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും കംപ്ലീറ്റ് ക്യാമ്പസാണ്. ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഇവിടെ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകണം കണ്ടോ. വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതാണ് കാണുന്നത്. ഇവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റൊക്കെ കണ്ടോ, നല്ല പക്കയാണ്. ഇവിടുന്ന് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ കഫ്റ്റേരിയയും അതുപോലെ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടൊക്കെ ഉണ്ട്. ലെഫ്റ്റിലും ക്യാമ്പസിൽ കുറേ കുട്ടികൾക്ക് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള സ്പേസൊക്കെ ഉണ്ട്. നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഷോർട്ട് കട്ട് നമ്മുടെ ഫ്ലാറ്റിലോട്ട്. അപ്പോൾ നമ്മളിപ്പോൾ വന്നത് ലണ്ടനിലെ ഫേമസ് ആയിട്ടുള്ള മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ കൂടെ കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ഷോർട്ട് കട്ട് അടിച്ചാൽ നമ്മുടെ ഫ്ലാറ്റിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ തേരാപ്പാര വൈൻഡപ്പ് ചെയ്യാണ്. ഇത് യൂണിവേഴ്സിറ്റിയുടെ ബാക്കിലുള്ള പ്ലേ ഗ്രൗണ്ട് കണ്ടോ. വലിയൊരു 11 കോർട്ട് ഉണ്ട്, ടർഫാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ടെന്നീസ് കോർട്ട് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ ചെറിയ ചെറിയ ഫാം ഫീൽഡുകളാണ് കേട്ടോ. കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്പ്രിംഗ് ആയതുകൊണ്ട് ചെറിയ ചെറിയ തക്കാളിയും അങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ കുറച്ച് ട്രീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് അപ്പൂപ്പന്മാരും മൂവരൊക്കെ അവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു ചെറിയ കാട് പോലത്തെ ഒരു ഫീലാണ് കണ്ടോ. നല്ലൊരു സെറ്റപ്പാണ്. പിന്നെ സൈക്കിളൊക്കെ ചെയ്ത് വരാനായിട്ട് ഞങ്ങളുടെ ഇടയ്ക്ക് ഷോർട്ട് കട്ട് അടിച്ച് വരേണ്ട വഴിയായിട്ടത്. അപ്പോൾ ഇതേ നമ്മൾ ഹെൻഡൻ അത്യാവശ്യമെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഹെൻഡനിൽ മൊത്തം ഒന്ന് കറങ്ങി ഏകദേശം ഒരു 1 hour കൂടുതലായി. അപ്പോൾ നമ്മൾ നേരെ ഫ്ലാറ്റിലോട്ട് പോകണം. അപ്പോൾ മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റിയുടെ ബാക്കിൽ കൂടെയുള്ള വഴി കൂടെ നമ്മൾ ഷോർട്ട് കട്ട് അടിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.